വൈദ്യരെ എന്താ 3-4 ദിവസമായി ഭയങ്കര പനി. ഗുളിക കുടിച്ചിട്ടൊന്നും മാറ്റവും ഇല്ല. എലിപ്പനിയാണോ എല്ലാരും പറയുന്നത്. ഈ എലിപ്പനിന്റെ ലക്ഷണം എന്തൊക്കെ? ഇങ്ങനെ കൂർത്ത് വരും, വാല് മുളച്ച് വരും. തൊണ്ട് കൂർത്ത് വരും. കയറി നോക്കിയാലോ. ചുണ്ടിന് കുഴപ്പമൊന്നുമില്ലാന്ന് സുലൈമാനെ, എനിക്കൊരു കോളുണ്ട്. നേരത്തെ വന്നവോ? എന്ത് കോള്? മറന്നുപോയി. ഒരു നോട്ടീസാ, ഇതൊന്നും അവർ വായിച്ചാ? ഞാൻ വായിച്ചേ. എന്നുവെച്ചാണ് വായിച്ചാ. എല്ലാവരും വായിച്ചോളൂ. മാഞ്ഞരെ ഇത് മലയാളല്ലേ? ഇജിപ്പാര് സായിപ്പിന്റെ മോനോ? വായിച്ചോളൂ സുലൈമാനെ. പ്രിയപ്പെട്ടവരെ, ശ്രാവണ ബൽഗോളയിലെ ഒരു സാധാരണ കർഷക കുടുംബത്തിലെ അംഗമാണ് ഞാൻ. കഴിഞ്ഞ മാസം 1-ാം തീയതി വെള്ളിയാഴ്ച രാവിൽ ഞാൻ ഉറങ്ങുമ്പോൾ മുഹമ്മദ് നബി എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഉടനെ വരാൻ പോകുന്ന ലോകാവസാനത്തെക്കുറിച്ച് ലോകത്തിലെ മുഴുവൻ ജനങ്ങൾക്കും മുന്നറിയിപ്പ് നൽകാനും എന്നെ നിയോഗിക്കുകയും ചെയ്തു. ആയതിനാൽ ആ വിവരം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഈ നോട്ടീസ് കൈപ്പറ്റുന്ന ആളുകൾ 1001 നോട്ടീസ് വീതം സ്വന്തം ചെലവിൽ 1001 കേട്ടില്ലേ? 1001 നോട്ടീസ് വീതം സ്വന്തം ചെലവിൽ അച്ചടിച്ച് വിതരണം ചെയ്താൽ 101 ഹജ്ജ് ചെയ്ത പ്രതിഫലം ലഭിക്കുന്നതാണ്. എത്ര 101? ഇത് കേട്ടില്ലേ പറയണോന്നു? ആരെങ്കിലും ഇതിനെ പുച്ഛിക്കുകയോ നോട്ടീസ് കീറിക്കളയുകയോ ചെയ്താൽ അവന് 3 മാസത്തിനുള്ളിൽ ഭയങ്കര നാശമുണ്ടാവും. എത്ര മാസത്തിനുള്ളിൽ? 3 മാസത്തിനുള്ളിൽ. എനിക്ക് ചോട് കേട്ടൂടെ? റാവൽപിണ്ടിയിലെ ഒരു വ്യാപാരി ഈ നോട്ടീസ് കീറിക്കളഞ്ഞത് കൊണ്ട് അയാളുടെ 2 കിഡ്നിയും കേടായി. എത്ര കിഡ്നി? 2ഉം കേടായി. എനിക്ക് ചോട് കേട്ടൂടെ? ഞാൻ വിചാരിച്ചു മുഴുവൻ കേടായിരിക്കുന്നു. ഒരു കോളേജ് വിദ്യാർത്ഥി ഇതിനെ പരിഹസിച്ചത് കൊണ്ട് അവന്റെ കമ്പ്യൂട്ടർ കത്തിപ്പോയി. ബീഹാറിലെ ഒരു കർഷകൻ ഇതിന്റെ കോപ്പികൾ അച്ചടിച്ച് വിതരണം ചെയ്തതുകൊണ്ട് അയാളുടെ മുഴുവൻ വാഴകളും കുലച്ചു. നല്ല കിട്ടല. ഹെഗ്ഗഡദേവൻ കോട്ടയിലെ ഒരു അധ്യാപകൻ ഇത് കത്തിച്ചു കളഞ്ഞതിനാൽ അയാൾ മിന്നലേറ്റ് മരിച്ചു. ഇങ്ങനെ നിൽക്കണ്ടല്ലോ. ചോല രാജാവായ തമ്പുരാനെ, അത് കീഴടോ ജി. ഏതായാലും കേരളത്തിൽ ആർക്കും ഭരിക്കില്ലല്ലോ, അത് വലിയ ഭാഗ്യം. അനുഭവിക്കോട്ടോ, അനുഭവിക്കൂ. എടോ, ആരെ കത്താന്നറിയ? എനിക്ക് ഔലിയന്റെ കത്താണ്. ഔലിയന്റെ കത്ത് കീറിയാളെ ശിക്ഷ എന്താന്ന് അറിയാം എനിക്ക്. 5 കൊല്ലം തടവും 6000 റുപ്യ പഴി. ഇതിന്റെ കളിയൊക്കെ ഒന്ന് മാണ്ടി പോലീസേ. 3 ദിവസത്തിനുള്ളിൽ അതാബ് ഇവിടെ ഇറങ്ങിയില്ലേ ഈ പീടിയാലെ പണി മുഴുവനോ ഞാൻ എടുത്തോളാം. പീടിയാലെ പണി മുഴുവനോ ഞാൻ എടുത്തോളാം. ഞാൻ എടുത്തോളാം. ഈ പീടിയയിലെ പണി തൽക്കാലം ഞാൻ തന്നെ എടുത്തോളാം.
അതാ ഇപ്പൊ തന്നെ ഇറങ്ങിന്നാ തോന്നുന്നു. എന്നാൽ എനക്കൊന്നല്ലേ